യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഈ ലോകത്തിൽ നിക്ഷേപങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി നെട്ടോട്ടമോടുന്നവരാണ് നമ്മിൽ പലരും. വരും തലമുറകൾക്ക് വേണ്ടി കൂടി സ്വത്തും സമ്പാദ്യവുമൊക്കെ നാം സ്വരുക്കൂട്ടി വയ്ക്കാറുണ്ട്. എന്നാൽ ഇതൊക്കെ നമ്മെ നിത്യജീവന് അർഹരാക്കി തീർക്കുന്നതല്ല എന്ന കാര്യം നാം മറക്കാറുണ്ട്. ഈ ലോകത്തിൽ വെച്ച് നശിപ്പിക്കപ്പെടുകയോ അപഹരിക്കപ്പെടുകയോ ചെയ്യാത്ത, എന്നാൽ നമ്മെ നിത്യജീവന് അർഹരാക്കി തീർക്കുന്ന ചില നല്ല നിക്ഷേപങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ നമ്മെ പഠിപ്പിക്കുന്നത്. അനശ്വരമായ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഇന്നത്തെ വചന ശുശ്രൂഷ നയിക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് തെരേസ് മാത്യു. അതിരമ്പുഴയിലാണ് എൻ്റെ വീട്. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഗർഭാവസ്ഥയിൽ 2 മാസമായപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് വൈകല്യങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതായത് കഴുത്തിൻ്റെ പുറകിലും നെഞ്ചത്തും തലയിൽ മൊത്തം നീരാണെന്ന് ഡോക്ടർ പറഞ്ഞു. കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഉണ്ടായാൽ തന്നെ കുഞ്ഞിന് അധികം നാൾ ജീവിച്ചിരിക്കത്തില്ല, അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ കുഞ്ഞ് മരിച്ചു പോകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതുകൂടാതെ ഞങ്ങൾ പുറത്തു പോയി സ്കാൻ ചെയ്തു. അവിടെയും കുഞ്ഞിന് കുഴപ്പങ്ങളുള്ളതായിട്ടാണ് പറഞ്ഞത്. അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണിത്. ഇതുകൂടാതെ കുഞ്ഞിന് മമ്മി വന്ന കാരിസ് ഭവനിൽ വന്ന കൊച്ചിൻ്റെ കാര്യങ്ങളെപ്പറ്റി അനീഷ് അച്ഛനോട് സംസാരിക്കുകയും അനീഷ് അച്ഛൻ കുഞ്ഞിന് വേണ്ടി വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനാ മധ്യേ കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം പ്രാപിച്ചതായി അച്ഛൻ പറഞ്ഞു. ഇതിൻ്റെ മധ്യേ ഞാനൊരു ധ്യാനം പോയി കൂടുകയും കുഞ്ഞിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെ വെച്ച കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം കൈവരിച്ചതായി അച്ഛൻ പറഞ്ഞു. 6-ാം മാസം വീണ്ടും പോയി സ്കാൻ ചെയ്തു. സ്കാനിൽ കുഞ്ഞിന് യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരു ആരോഗ്യവാനായ കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് അവിടുന്നും പറഞ്ഞു. 10-ാം മാസമായപ്പോൾ കുഞ്ഞിനെ പ്രസവിച്ചു. പൂർണ്ണ ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ ദൈവം നൽകി എനിക്ക് അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോയിലേറ്റ സ്നേഹം നിറഞ്ഞ ഷേമ ഇസ്രായേൽ പ്രേക്ഷകരെ, ഇന്നത്തെ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം നമുക്ക് ശ്രവിക്കാം. ഈ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ നടത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം നമുക്ക് സ്വീകരിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ ഭൂമിയിലാണ് എല്ലാം നേടിയെടുക്കേണ്ടത്, ഈ ഭൂമിയിലാണ് ഞാൻ എല്ലാം സ്വന്തമാക്കേണ്ടത്. ശരിക്കും അതൊരു മിഥ്യാധാരണയാണ്, ഒരു മിഥ്യാധാരണ. വളരെ ചെറിയ വർഷത്തേക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാണ് നമ്മളൊക്കെ. ഏറിപ്പോയാൽ 60, 70, 80 അല്ലെങ്കിൽ 90 ഇത്രയും വർഷങ്ങൾ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് നമ്മൾ കടന്നു വന്ന ഈ ഭൂമിയിൽ അധ്വാനിച്ച് ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ കൂട്ടിവയ്ക്കുന്ന വെറും
ഭോഷന്മാരായി നമ്മൾ തീരരുതെന്ന് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വചനത്തിലൂടെ, ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് ശക്തമായ സന്ദേശം നമുക്ക് നൽകുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 19 വചനങ്ങളിൽ, ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കരുത്. മദർ തെരേസ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് അധികം നാളുകളാകുന്നില്ല. മദർ തെരേസ ജനിച്ചു വളർന്ന സ്ഥലം നമുക്കറിയാം, യൂഗോസ്ലാവിയയിൽ സ്കോപ്യ എന്ന സ്ഥലത്താണ്. സ്കോപ്യ എന്ന സ്ഥലത്തിന് പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകം കീഴടക്കുവാൻ വാളും പരിചയമായിട്ട് ഇറങ്ങിയ മഹാൻ എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ ജനിച്ച് ജീവിച്ച സ്ഥലമാണ് സ്കോപ്യ. അതേ സ്ഥലത്തു നിന്നാണ് സ്നേഹത്തിൻ്റെ പ്രവാചകയായിട്ട് മദർ തെരേസയും ജനിച്ച് വളർന്ന് ഭാരതത്തിൽ എത്തിച്ചേർന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതങ്ങൾ തമ്മിൽ ഒരുപാട് വിരുദ്ധങ്ങളായ സാമ്യങ്ങളുണ്ട്. മഹാനായ അലക്സാണ്ടർ ലോകം കീഴടക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ പുറപ്പെട്ട് ലോകത്തിൻ്റെ മിക്കവാറുമുള്ള ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് കീഴടക്കി തൻ്റെ അധികാരമുറപ്പിച്ച് ഭാരതത്തിൻ്റെ അതിർത്തികളിൽ എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ തിരികെ പോകുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ മരണമടയുകയും ചെയ്യുന്നു. നമുക്കറിയാം, മരിക്കുന്ന സമയത്ത് അലക്സാണ്ടർ തൻ്റെ 2 കരങ്ങളും തൻ്റെ ശവമഞ്ചത്തിൻ്റെ പുറത്തേക്ക് ഇടണമെന്ന് തൻ്റെ സുഹൃത്തുക്കളോട് നിർദ്ദേശിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, എല്ലാവരും തിരിച്ചറിയണം, മഹാനായ അലക്സാണ്ടർ ഈ ഭൂമിയിൽ നിന്നും തിരികെ പോകുന്നത് താൻ നേടിയെടുത്തതൊന്നും സ്വന്തം കരങ്ങളിൽ വഹിക്കാതെയാണ് മടങ്ങിപ്പോകുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേ സ്ഥലത്ത് നിന്നും ജനിച്ചു വളർന്നു വന്ന സ്കോപ്യ എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ആഗ്നസ് എന്ന് പറയുന്ന പെൺകുട്ടി ചെറുപ്പകാലത്തിൽ തന്നെ മറ്റൊരു തീരുമാനമെടുക്കുകയാണ്. നേരെ വിപരീതമായ തീരുമാനം. മഹാനായ അലക്സാണ്ടർ പോയ വഴിയുടെ നേരെ വിപരീതമായ വഴി. കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു വ്യക്തിക്ക് വേണ്ടി, യേശു എന്ന വ്യക്തിക്ക് വേണ്ടി തൻ്റെ ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾ ഇറങ്ങിപ്പുറപ്പെട്ടു. അങ്ങനെ ലൊറേറ്റോ കോൺവെൻറ്റിൽ ഒരു കന്യാസ്ത്രീയായി കൽക്കട്ടയിലെ തെരുവീതികളിലേക്ക് കടന്നു വന്ന് ഭാരതത്തെ ആദ്യം അവൾ കീഴടക്കി. തൻ്റെ നാട്ടിൽ നിന്ന് തൻ്റെ മുൻഗാമിയായിട്ട് കടന്നു വന്ന് വാളും പരിചയമായി ഭാരതത്തെ കൂടി കീഴടക്കുവാൻ ആഗ്രഹിച്ച മഹാനായ അലക്സാണ്ടറിന് കീഴടക്കാൻ പറ്റാത്ത ഭാരതത്തിൽ തൻ്റെ ചുവടുറപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവരുടെ അമ്മ എന്നറിയപ്പെടുന്ന, അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന, ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ എന്നറിയപ്പെടുന്ന, നമ്മളിൽ പലരും നേരിട്ട് കണ്ടിട്ടുള്ള, നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ വിശുദ്ധയായ മഹതി, വിശുദ്ധ അമ്മ മദർ തെരേസ ഭാരതം ആദ്യം കീഴടക്കി. എന്നിട്ട് മഹാനായ അലക്സാണ്ടർക്ക് കീഴടക്കാൻ പറ്റാത്ത വിധത്തിൽ ലോകം മുഴുവൻ കീഴടക്കി. എല്ലാ രാജ്യങ്ങളിലും ഈ ഭാരതത്തിൽ നിന്നുകൊണ്ട് തൻ്റെ സ്നേഹവും തൻ്റെ കരുതലും തൻ്റെ പാവങ്ങളോടുള്ള കരുണയും ഒക്കെ കാണിച്ച് ലോകം മുഴുവൻ കീഴടക്കി ആ അമ്മ മരിച്ചു. നമുക്കറിയാം, മദർ തെരേസ മരിച്ചത് ശവമഞ്ചത്തിന് വെളിയിലേക്ക് കരങ്ങളിട്ടുകൊണ്ട് ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞല്ല, അവളെല്ലാം നേടിയെടുത്തു, സ്വർഗം നേടിയെടുത്തു, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധയെ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഈ വിശുദ്ധയെ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെയും കടന്നു വരേണ്ടത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. ഭൂമിയിൽ നിക്ഷേപം കരുതി വെച്ച് ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് കീഴടക്കുവാൻ തീരുമാനിച്ച മഹാനായ അലക്സാണ്ടർ എവിടെ കിടക്കുന്നു? വിശുദ്ധ മദർ തെരേസ ഇന്ന് എവിടെ നിൽക്കുന്നു? വിശുദ്ധ മദർ തെരേസ ഇന്നും സ്നേഹത്തിൻ്റെ അടയാളമാണ്, വിശുദ്ധിയുടെ അടയാളമാണ്. അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുന്നവർക്കുള്ള യോഗ്യതയാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. ഒരുപാട് ബാങ്ക് ബാലൻസുകളുള്ളവരുണ്ടാവാം, ബിസിനസ് രംഗത്ത് ഒരുപാട് പണം മുടക്കിയിട്ടുണ്ടവരുണ്ടാവാം, പണത്തിന് വേണ്ടി ഇന്നും നെട്ടോട്ടം ഓടുന്നവരുണ്ട്, സമ്പത്തിന് വേണ്ടി സ്വത്തുകൾ മേടിച്ചു കൂട്ടി, സ്ഥലം മേടിച്ചു കൂട്ടി, ഒന്നും തികയുന്നില്ല, ആർത്തി കൂടുകയാണ്. സമ്പത്ത് കൂടുന്തോറും ആർത്തി കൂടുകയാണ്, ആഗ്രഹം കൂടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ നമ്മൾ കാണാറില്ലേ ഈയാമ്പാറ്റകൾ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നത്? ഒരു ഈയാമ്പാറ്റ കടന്നു വന്നു, അതിനുശേഷം വീണ്ടും ഈയാമ്പാറ്റകൾ അവിടെ നിന്ന് ഇത് വെളിച്ചത്തിലേക്ക് കൂടുതൽ അടുത്തടുത്ത് വരികയാണ്. അടുത്തടുത്ത് വരുന്തോറും അതിൻ്റെ ജീവിതം അവസാനിക്കുകയാണെന്ന് അവൻ അറിയുന്നില്ല. സമ്പത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി ആഗ്രഹത്തോടെ കൊതിക്കുന്നവർ, ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്നവരോട് കർത്താവ് പറയുന്നു, ഈ ഭൂമിയിൽ നിക്ഷേപം കൂട്ടിവയ്ക്കരുത്, ഈ ഭൂമിയിൽ നിക്ഷേപം കൂട്ടിവയ്ക്കരുത്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. എത്രയോ പേര് ഇന്ന് പലരും കണ്ണുനീരോടെ കടന്നു പോകുന്നതിന് കാരണം ഈ ലോകത്ത് നിക്ഷേപം കൂട്ടിവെക്കാൻ ആഗ്രഹിച്ച് നടക്കാതെ പോകുന്നതുകൊണ്ടാണ്.
മറ്റു ചിലരൊക്കെ കണ്ണുനീരോടെ നടക്കുന്നത് ഈ ലോകത്ത് ഒരുപാട് പാവപ്പെട്ടവർ ജീവിക്കുന്നതിന് കാരണം സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്തവർ, ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റിലുമുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ അനീതിയും ആരുടെയെങ്കിലുമൊക്കെ അഴിമതിയും ആരുടെയെങ്കിലുമൊക്കെ ധനക്കൊതിയും പണക്കൊതിയും ഒക്കെയാണ് ഇന്ന് പാവപ്പെട്ടവരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി എന്ന് പറയുന്നത് പരദീസയാണെങ്കിൽ ആ പരദീസയിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളത് വളരെ കൃത്യമായിട്ട് സ്നേഹം തന്നെയായ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്നേഹം തന്നെയായ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ചിലരുടെയൊക്കെ കൈകളിൽ കുന്നുകൂടിയിരിക്കുന്നത് കൊണ്ട്, കുമിഞ്ഞുകൂടിയിരിക്കുന്നത് കൊണ്ട് മറ്റു ചിലർക്ക് കിട്ടാതെ പോകുന്നതേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും മക്കൾ, നമ്മൾ വചനം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഈ ഭൂമിയിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നത്, കർത്താവ് നൽകിയിരിക്കുന്നത് എല്ലാ മനുഷ്യർക്കും അർഹതപ്പെട്ടതാണ്. നിന്റെ സഹോദരൻ, അതുകൊണ്ടാണ് അന്ത്യവിധിയുടെ മാനദണ്ഡമായിട്ട് ഈശോ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഞാൻ വിശക്കുന്നവനായിരുന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ ദാഹിക്കുന്നവനായിരുന്നു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ കാരാഗ്രഹത്തിലാണ് നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താ പറയാൻ കാരണം? നീ കൊടുക്കുന്ന സ്നേഹം, നീ കൊടുക്കുന്ന സന്ദർശനം, നീ കൊടുക്കുന്ന ഭക്ഷണം, നീ കൊടുക്കുന്ന പാനീയം, അതൊക്കെ കർത്താവിൻ്റെ നാമത്തിലാണ് കൊടുക്കുന്നത്. കർത്താവിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. കാരണം നീ കൊടുത്തിരിക്കുന്നത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന ദാനങ്ങളിൽ നിന്ന്, കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്ന സമ്മാനങ്ങളിൽ നിന്ന് നീ എടുത്തു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിന്റെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. അറിയേണ്ട ഒരു കാര്യമില്ല. ഇന്ന് ചിലരൊക്കെ ഏതെങ്കിലുമൊക്കെ നന്മ പ്രവർത്തികൾ ചെയ്യുന്നത് പോലും 4 പേരെ അറിയാൻ വേണ്ടിയാ, 10 പേരെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. കർത്താവ് തന്നെ പറയുന്നു, നിങ്ങൾ കൊടുക്കുമ്പോൾ അത് പൂർണ്ണ മനസ്സോടെ കൊടുക്കുക. തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് കൊടുക്കരുത്. നിങ്ങളൊരു വിവാഹത്തിന് ഒരു വ്യക്തിയെ ക്ഷണിക്കുമ്പോൾ ക്ഷണിക്കുമെന്ന് വിചാരിച്ച് ക്ഷണിക്കരുത്. തിരിച്ചു ലഭിക്കുമെന്ന് കരുതി അത് പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കുന്നവന് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. അവൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അവൻ്റെ സന്തോഷം തന്നെ പ്രതിഫലമാണ്. പിന്നെ കർത്താവിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു നിക്ഷേപവും കരുതി വയ്ക്കരുത്. എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾക്കും ഒന്നും കൊടുക്കാൻ പാടില്ല, ഒരാൾക്കും പങ്കുവെച്ച് കൊടുക്കാൻ പാടില്ല. സൗജന്യമായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം ഉണ്ടാവുക. അതുകൊണ്ട് ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. ഭൂമിയിൽ നിക്ഷേപം ആഗ്രഹിക്കുന്നവരാ പലരും. ഭൂമിയിൽ സമ്പത്തിൻ്റെ നിക്ഷേപം മാത്രമല്ല, അധികാരത്തിൻ്റെ നിക്ഷേപം ബാക്കി വയ്ക്കാനായിട്ട് മക്കൾക്ക് വേണ്ടി ഒരുപാട് കരുതി വെക്കുന്നവരുണ്ട്. പലപ്പോഴും അടുത്ത നാളുകളിൽ വിദേശത്ത് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പലരും ഒരുപാട് സാമ്പത്തികമായി ഉന്നതിയിലുള്ള പലരും എന്നോട് പറഞ്ഞു, അച്ഛാ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ സഹോദരങ്ങളെ? പലരും പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ മക്കൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ഞങ്ങൾ ഒരുപാട് സമ്പത്തുണ്ടാക്കി, ഞങ്ങൾ 2 പേരും ജോലി ചെയ്തു, സമ്പത്തുണ്ടാക്കി, മനോഹരമായ വീട് ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്, കാറുണ്ട്, അതുപോലെ തന്നെ മക്കൾക്ക് ആവശ്യമായതൊക്കെയുണ്ട്. പക്ഷേ മക്കൾ പലരും വഴിതെറ്റിയാണ് നടക്കുന്നത്. ദൈവത്തിൻ്റെ വഴികളിലൂടെയല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന വഴികളിലൂടെയല്ല, അവരെ വളരാൻ ആഗ്രഹിക്കുന്ന പല തെറ്റായ വഴികളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പലരും എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നു, സമ്പത്ത് ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഞങ്ങളുടെ മക്കൾക്ക് അതുകൊണ്ട് മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. സമ്പത്തുള്ളത് അതുകൊണ്ട് ജീവിച്ചു പോവുക. അതുകൊണ്ട് ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, മക്കളിൽ നിക്ഷേപം കരുതി വെക്കരുത്, സമ്പത്തിൽ നിക്ഷേപം കരുതി വെക്കരുത്, അധികാരങ്ങളിലും സ്ഥാനമാനങ്ങളിലും നിക്ഷേപം കരുതി വെക്കരുത്. കർത്താവ് പഠിപ്പിക്കുന്നു, അവ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യും. ഈ ഭൂമിയിൽ കരുതി വയ്ക്കുന്നതൊക്കെ തുരുമ്പെടുക്കുന്നതാ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നത്, ഇല്ലാതായിത്തീരുന്നതാ. കീടങ്ങൾ നശിപ്പിക്കുന്നതാണ്, കള്ളന്മാർ മോഷ്ടിക്കുന്നതാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ ഇങ്ങനെ കരുതി വെക്കുന്നതൊക്കെ എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും സമയത്ത് എടുത്തുകൊണ്ട് പോകും. ഒരു രോഗം വന്നാൽ തീർന്നു പോകാവുന്ന സമ്പത്തേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കൊക്കെ. നമുക്കൊക്കെ ഉള്ള സമ്പത്ത് ഒരു രോഗം വന്നാൽ തീരും, ഒരു കീടം വന്നാൽ തീർന്നു പോകുന്നതേ ഉള്ളൂ, നശിപ്പിച്ചു കളയാവുന്നതേ ഉള്ളൂ. അതുപോലെ പറയുന്നു, കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. നിൻ്റെ അധികാരവും നിൻ്റെ സ്ഥാനമാനങ്ങളും നിൻ്റെ സമ്പത്തും നിൻ്റെ സ്വത്തുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകാവുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. എന്നിട്ട് കർത്താവ് പറയുന്നു, എവിടെയാണ് നിക്ഷേപം കരുതി വെക്കുന്നത്? എന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വയ്ക്കുക. സ്വർഗത്തിൽ എങ്ങനെ നിക്ഷേപിക്കാം? സ്വർഗത്തിൽ നിക്ഷേപിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. ഈ ഭൂമിയിൽ എത്രമാത്രം നീ കൊടുക്കുന്നു, എത്രമാത്രം സ്നേഹം കൊടുക്കുന്നു, എത്രമാത്രം സമ്പത്ത് മറ്റുള്ളവർ കൊടുക്കുന്നു, എത്രമാത്രം സമയം നീ മറ്റുള്ളവർ കൊടുക്കുന്നു, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ഈ ഭൂമിയിലെ സമ്പത്ത്
ദൈവം ദാനമായി തന്ന കഴിവുകൾ, ദൈവം ദാനമായി തന്ന സമയം, ദൈവം ദാനമായി തന്ന സ്നേഹം എത്രമാത്രം നീ നിൻ്റെ സഹോദരങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്നോ അത്രമാത്രം സ്വർഗത്തിൽ നിക്ഷേപമുണ്ടായിരിക്കും. ഇന്ന് വിശുദ്ധരൊക്കെ അനുഭവിക്കുന്ന സ്വർഗീയ നിക്ഷേപങ്ങൾ കാരണം അതാണ്. വിശുദ്ധരുടെ ആത്മാക്കൾ വഴിയായിട്ട്, വിശുദ്ധരുടെ മധ്യസ്ഥം വഴിയായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരുപാട് വിശുദ്ധരുടെ മധ്യസ്ഥം നേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരിലൂടെ ദൈവാനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, അവർ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 10, 20, 30, 40, 50 വർഷം ജീവിച്ചോട്ടെ, ഈ ജീവിക്കുന്ന വർഷം കൊണ്ട് ഈ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കാൻ ശ്രമിക്കാതെ നിത്യമായി ജീവിക്കുന്ന സ്ഥലത്ത് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാൻ ശ്രമിക്കുക. പുണ്യപ്രവർത്തികളിലൂടെ, പ്രാർത്ഥനയിലൂടെ, അനുതാപത്തിലൂടെ, ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിലൂടെ, സഹോദരങ്ങളുമായിട്ടുള്ള നല്ല ബന്ധത്തിലൂടെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാൻ ശ്രമിക്കുക. അവിടെ കീടം വരില്ല, അവിടെ തുരുമ്പെടുക്കില്ല. കർത്താവ് പറയുന്നു, അവിടെ തുരുമ്പെടുക്കില്ല, കീടങ്ങൾ നശിപ്പിക്കില്ല, ആരും മോഷ്ടിച്ചു കൊണ്ടുപോയില്ല. ഈ ഭൂമിയിൽ കരുതി വയ്ക്കുന്നതൊക്കെ ഇതൊക്കെ നശിപ്പിച്ചു കളയുമെങ്കിൽ സ്വർഗത്തിന് വേണ്ടി കരുതുന്നത് ആർക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറച്ചുകൂടെയൊക്കെ ആത്മീയതയിൽ വളരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒരുപാട് ഭൗതികത ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭൂമിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുകയും നടക്കുകയും ചെയ്യുന്ന ലോകത്ത്, എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ലോകത്ത്, കൈക്കൂലി കൊടുക്കുവാനും അങ്ങനെ ജോലി മേടിച്ചെടുക്കുവാനും അഴിമതി കാണിക്കുവാനും അങ്ങനെ സമ്പത്തുണ്ടാക്കുവാനും ഒക്കെ ഒരുപാട് പേര് ശ്രമിക്കുന്ന ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നശിച്ചു പോകുന്നതാണ്. പ്രായമാകുന്ന വ്യക്തികളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും, രോഗാവസ്ഥയിൽ കിടക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാകും എത്രമാത്രമുണ്ട് ഇതിനൊക്കെയുള്ള വിലയെന്ന്. ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകളിൽ നട്ടം തിരിയുന്ന, അല്ലെങ്കിൽ ഒരു അബോധാവസ്ഥയിലേക്കൊക്കെ കടന്നു പോകുന്ന മക്കളോട് ചോദിച്ചാൽ മനസ്സിലാകും എന്തുമാത്രം വിലയുണ്ടെന്ന്. എന്തിന് വില? ഈ ഭൂമിയിലെ സമ്പത്തിന് വില ഒരു വിലയുമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കാതെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുക. പുണ്യപ്രവൃത്തികൾ വഴിയായിട്ട്, നല്ല പ്രവൃത്തി, ഓരോ ദിവസവും ഒരു നന്മ പ്രവൃത്തിയെങ്കിലും ചെയ്യാതെ ഒരു ദിവസം പോലും കടത്തിവിടാനായിട്ട് അനുവദിക്കാതിരിക്കട്ടെ. അങ്ങനെ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നവരായി മാറുക. അവിടെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഫലമുണ്ടാവുക. ഈ ഭൂമിയിൽ കർത്താവ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് സ്വർഗത്തിലേക്ക് നിക്ഷേപം കരുതാനായിട്ടാണ്. ഈ ഭൂമിയിൽ നിക്ഷേപം കരുതാനായിട്ടല്ല, മരണത്തോടുകൂടി അവസാനിക്കുന്ന ഈ ലോകത്തിൽ നിക്ഷേപം കരുതാനല്ല, മരണത്തോടുകൂടി ആരംഭിക്കുന്ന നിത്യമായ ജീവിതത്തിൽ നിക്ഷേപം കരുതി വെക്കാനാണ്. അതുകൊണ്ട് കർത്താവ് വീണ്ടും പറയുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഇന്ന് പലരുടെയും ഹൃദയങ്ങൾ ബാങ്കിലാണ്, പലരുടെയും ഹൃദയം ജോലിയിലാണ്, പലരുടെയും ഹൃദയം വീട്ടിലെ സ്ഥലത്താണ്, പലരുടെയും ഹൃദയം ഇരിക്കുന്നത് അവരായിരിക്കുന്ന മേഖലയിൽ, അവർക്ക് സാമ്പത്തിക മേഖലയിലാണ്, ഭൗതിക മേഖലയിലാണ്. ചില വിദ്യാർത്ഥികളുടെ കുഞ്ഞുങ്ങളിലൊക്കെ ഹൃദയം ഇരിക്കുന്നത് MBBS-ലും അതുപോലെ എൻജിനീയറിങ്ങിലുമൊക്കെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് അവിടെയായിരിക്കും നിങ്ങളുടെ നിക്ഷേപവും. നിങ്ങളുടെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നിക്ഷേപവും. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നിങ്ങളുടെ നിക്ഷേപം ഈ ലോകത്താണെങ്കിൽ നിങ്ങളുടെ ഹൃദയവും ഈ ലോകത്തായിരിക്കും, സ്വർഗത്തിന് വേണ്ടിയുള്ളതായിരിക്കില്ല. നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ പോവില്ല. ഈ ഭൂമിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ, മണ്ണിന് വേണ്ടി, സ്വർണത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാവില്ല. ഈ ഭൂമിയോടുകൂടി, ഈ ജീവിതത്തോടുകൂടി ജീവിതം അവസാനിക്കും. അങ്ങനെയുള്ളൊരു ജീവിതമല്ല കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ രക്ഷിച്ച് സ്വർഗത്തിലെത്തിക്കണം. അതിനു മുമ്പ് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കണം. കൂട്ടിവെച്ചിരിക്കുന്ന നിക്ഷേപം ഇരിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. വിശുദ്ധരെ പോലെ, മാലാഖമാരെ പോലെ നമ്മളും സ്വർഗീയ പിതാവിൻ്റെ മുഖം നേരിട്ട് കാണണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മളും സ്വർഗീയ പിതാവിൻ്റെ മുഖം നേരിട്ട് അനുഭവിക്കണം. സ്വർഗം എന്താണെന്ന് നമുക്ക് ജീവിക്കണമെന്നുള്ളതാണ് ഈശോയുടെ ഇഷ്ടം. അതിനുവേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. എവിടെയാണ് നമ്മളെ ഹൃദയം? എവിടെയാണ് നിൻ്റെ ഹൃദയം? എവിടെയാണ് നിൻ്റെ കണ്ണുകൾ? എവിടെയാണ് നിൻ്റെ ആഗ്രഹങ്ങൾ? നിൻ്റെ ആഗ്രഹങ്ങൾ എവിടെയോ അവിടെയാണ് നിൻ്റെ നിക്ഷേപം, അവിടെയാണ് നിൻ്റെ ഹൃദയം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായി മാറാം. നല്ല നിക്ഷേപം. ആ നല്ല നിക്ഷേപത്തിൽ നിന്നും അനേകർ നമ്മുടെ തലമുറകളിലും, നമ്മുടെ കുടുംബങ്ങളിലും, നമ്മുടെ മക്കളിലും, സമൂഹത്തിലുമൊക്കെ അനുഗ്രഹം സ്വീകരിക്കും. അതിനായി സർവശക്തൻ നമ്മളെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ആമേൻ. ആരാധന, ആരാധന, ആരാധന.
പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ വചനം ശ്രവിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുക. വചനം കേട്ടവരെയൊക്കെ കർത്താവ് നിറകൈകളോടെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വചനം കേട്ടതനുസരിച്ച് തീരുമാനമെടുത്തവരെ കർത്താവ് അനുഗ്രഹിച്ചാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. നമുക്കും വേണം ദൈവാനുഗ്രഹങ്ങൾ. ഇനിയും കുറവുകളുള്ള മേഖലകളുണ്ട്. ഒരു നിമിഷം കർത്താവിന് മുമ്പിൽ നമുക്ക് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഈശോയിലേക്ക് തുറന്നു വെച്ചുകൊണ്ട് കണ്ണുകളടച്ച് താഴ്മയോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഇനിയും എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്. ഭൗതിക സാഹചര്യങ്ങളിൽ ഒരുപാട് കുറവുണ്ട്. കർത്താവെ, അങ്ങ് കാണുന്നുവല്ലോ, അങ്ങ് എല്ലാം കാണുന്നവനാണെന്നാണല്ലോ അങ്ങ് വചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. കർത്താവെ, എല്ലാം കാണുന്ന അങ്ങ് എന്തുകൊണ്ടാണ് എൻ്റെ വേദനയിലേക്ക് കടന്നു വരാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ദുഃഖത്തിലേക്ക് കടന്നു വരാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ സങ്കടം കാണാത്തത്? കർത്താവെ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അനേകർക്ക് ദൈവാനുഭവം കിട്ടുന്നത്, അനേകർ സാക്ഷ്യം പറയുന്നത്, അനേകർ കർത്താവിനെ സ്തുതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൃദയത്തോടെ ഒന്ന് സ്തുതിക്കുവാൻ, ഹൃദയം തുറന്നൊന്ന് സന്തോഷിക്കുവാൻ ഈശോയെ എനിക്ക് അവസരം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവെ കടന്നു വരണമേ, കർത്താവെ കടന്നു വരണമേ, അനുഗ്രഹം നൽകണമേ. യേശുവേ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കണ്ണുകൾ തുറന്ന് ദിവ്യകാരണത്തിൽ ഈശോയെ നോക്കാം. ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഈ ഭൂമിയിൽ സമ്പത്ത് നേടിയെടുക്കാനല്ല. ഈ ഭൂമിയിലെ സമ്പത്ത് നശ്വരമാണ്, നശിച്ചു പോകുന്നത്. നമ്മുടെ ശരീരം പോലെ, നമ്മുടെ ഈ ലോക ജീവിതം പോലെ ഇല്ലാതായിത്തീരുന്നതാണ് ഈ ഭൂമിയിലെ സമ്പത്തും. ഈ ഭൂമിയിലെ സമ്പത്ത് കണ്ട് അതിനുവേണ്ടി ജീവിച്ചവരും ഈ ഭൂമിയിലെ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ആഗ്രഹിച്ചവരുമൊക്കെ അതോടുകൂടി അവസാനിച്ചിട്ടുണ്ട്. ഒരു നിമിഷം ഈശോ പറഞ്ഞ വചനം ശ്രവിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്കുള്ള നിക്ഷേപം കരുതി വെക്കാം. നന്മ പ്രവൃത്തികൾ, പുണ്യങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഒക്കെ നമുക്ക് പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറാം. ഒരു നിമിഷം ഏതെങ്കിലും മേഖലയിലൊക്കെ കുറവുണ്ടെങ്കിൽ, സാമ്പത്തിക മേഖലയിൽ ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപാടില്ലെങ്കിലും അത്യാവശ്യം കർത്താവിനെ അറിയുവാനും കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് പോകാനും ഉള്ളത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. അമിതമായ ആഗ്രഹങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്നും എന്നെ നിങ്ങളെയും അകറ്റും. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കരങ്ങൾ ചേർത്ത് പിടിക്കാം. തൊട്ടടുത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം കരങ്ങൾ ചേർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒരുമയോടുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കും. കർത്താവ് തിരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്ന കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഇനി തൊട്ടടുത്തില്ലാത്തവർ ആത്മീയതയിൽ, ആത്മാവിൽ, തൊട്ടടുത്തില്ലാത്തവർ ആത്മാവിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ, മക്കളെ, നിങ്ങളെ മാതാപിതാക്കളെ ഒക്കെ കണ്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ചേർത്ത് പിടിച്ച്, ആത്മാവിൽ കരങ്ങൾ ചേർത്ത് പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയതല്ലാതെ മറ്റൊന്നുമില്ല. ഇന്നും ഈ ഭൂമിയിലെ സമ്പത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നവരും ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുമൊക്കെ ഉണ്ട്. കർത്താവേ, അങ്ങനെയുള്ളവരെ അങ്ങ് വെറുക്കുന്നുവെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈശോയെ അങ്ങ് വെട്ടിമാറ്റണമേ. ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. കൃപകൾ ചൊരിയണമേ. നന്മ ചെയ്യുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, അധികം സമ്പത്തോ അധികം സൗഭാഗ്യങ്ങളോ ഒന്നുമില്ലെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം നൽകണമേ. അതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ കർത്താവെ, പുണ്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. കർത്താവെ, നഷ്ടപ്പെട്ടു പോകാതെ അത് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഈ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ. കർത്താവെ, ഒരുപാട് വേദനിക്കുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്. കർത്താവെ, ഈ ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വലിയ അനുഗ്രഹം നൽകണമേ. കർത്താവെ, നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈശോയെ, അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ കർത്താവെ. അങ്ങനെ അങ്ങ് ദൈവമാണെന്ന് വീണ്ടും കർത്താവെ അനേകരുടെ മുമ്പിൽ സാക്ഷ്യമാകാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഈ മക്കൾ ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളുടെ മേലും
കർത്താവെ അങ്ങ് കരുണ കാണിക്കണമേ. വലിയ ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, കെട്ടുകൾ അഴിയട്ടെ, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഈ മക്കളിപ്പോൾ ഈ വചനം കേട്ട് ഈ ആരാധന സംബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഇവർ ആഗ്രഹിക്കുന്ന മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുവെന്ന് അനേകർക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ഇവർക്ക് അവസരം കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മുട്ടുകുത്തി നിൽക്കാം. എന്നിട്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നോക്കി ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.